റം കേക്കാണ്. ഒരു പീസ് കഴിച്ചു കഴിഞ്ഞാൽ ആടു ബോംബെ ആടാടു ബോംബെ. ക്രിസ്മസിന് അതാവും പാട്ട്. സമ്മർ വെക്കേഷൻ അമ്മ വീട്ടിലൊക്കെ പോയില്ല, അതുപോലെയാണ്. പെട്രോൾ അടിക്കാൻ രാത്രി 12 മണിക്ക് കള്ളന്മാര് വന്നു. അകത്ത് വന്നിട്ട് ബ്രിസ്ബനിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തുള്ള പാർട്ടിക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ സിഡ്നിയിൽ ചെറിയൊരു ഷോപ്പിങ്ങിന്റെ ഒരു വ്ളോഗ് ആട്ടോ ഈ കാണുന്നത്. അന്ന് നമ്മൾ പോകുന്നതിന് മുന്നായിട്ട് നമുക്ക് 4 സാധനം വേണമായിരുന്നു. ക്രിസ്മസ് ഗിഫ്റ്റ് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീക്രട്ട് സാന്റയ്ക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് വേണം, പിന്നെ അതിന്റെ ക്രിസ്മസിന് ഇടാനുള്ള കോസ്റ്റ്യൂം വേണം. അപ്പൊ അത് തപ്പി ഇറങ്ങിയുള്ള ഒരു ഇറക്കമാണ് ഇത്. അപ്പൊ പാർട്ടിയുടെ കോസ്റ്റ്യൂമിന്റെ തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഷുഡ് ലുക്ക് ലൈക്ക് ക്രിസ്മസ് വോമിറ്റഡ് ഓണിയൻ എന്നായിരുന്നു. കണ്ടില്ലേ, ഇതാണ് അശ്വിന്റെ കോസ്റ്റ്യൂം. അടിപൊളിയായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ ഓവറാക്കിയാലും നാട്ടുകാർ ശ്രദ്ധിക്കും എന്ന് പറയുന്നത് ആ ഒരു ലൈറ്റിലായിരുന്നു. നമുക്കിപ്പോ എനിക്കുള്ള ഗിഫ്റ്റ് കിട്ടി, അശ്വിനുള്ള ഡ്രസ്സ് കിട്ടി. എനിക്കുള്ള ഡ്രസ്സ് കിട്ടിയിട്ടില്ല, ഇനി അശ്വിനുള്ള ഗിഫ്റ്റ്. ഇപ്പൊ 2 സാധനം കൂടെ എടുക്കാറുണ്ട്. അങ്ങനെ എന്റെ കോസ്റ്റ്യൂം കിട്ടി. എനിക്ക് കുറച്ച് ഓവർ ആക്കാനുള്ള സാധനങ്ങളൊന്നും കിട്ടിയില്ല, കാരണം എന്റെ സൈസിനൊത്തൊന്നും കിട്ടിയില്ല. പിന്നെ അവസാനം ഇത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു ഞാൻ. ഇനി എല്ലാ സാധനങ്ങളും കിട്ടി, അശ്വിന്റെ ഒരു ഗിഫ്റ്റ് മാത്രമേ കിട്ടാറുള്ളൂ. അശ്വിന്റെ ഫ്രണ്ടിന് കൊടുക്കാനുള്ള ഒരു ഗിഫ്റ്റ് മാത്രമേ കിട്ടാറുള്ളൂ. അങ്ങനെ തപ്പി തപ്പി നടന്ന അശ്വിന്റെ ക്രിസ്മസ് ആയിട്ടേക്കുള്ള ഗിഫ്റ്റും കിട്ടി, ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. അടുത്ത ദിവസത്തെ വീഡിയോ ആണ്. ഇന്ന് 20-ാം തീയതി ഫ്രൈഡേ. ഇന്ന് നമ്മൾ ബ്രിസ്ബനിലോട്ട് പോകും. ക്രിസ്മസ് പാർട്ടി ഉണ്ട് നമുക്ക് അവിടെ ഫ്രണ്ട്സുമായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് റോഷ്നിയുടെയും ബോസിൻ്റെയും വീട്ടിലാണ്. റോഷ്നി ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്, ലൈക്ക് ഫ്രണ്ട്സ് ഫോർ ലൈഫ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ അവിടെ അങ്ങോട്ടാണ് പോകുന്നത്. അവരുടെ വീട്ടിൽ വെച്ചാണ് പാർട്ടി. വേറെ കുറച്ച് നമ്മുടെ കോമൺ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അപ്പോൾ അവരും കൂടെ ജോയിൻ ചെയ്യും. ആക്ച്വലി റോഷ്നിയുടെയും ബോസിൻ്റെയും ഫ്രണ്ട്സ് ആയിരുന്നു. അവർ നമ്മളെ മറ്റേ ഫ്രണ്ട്സിനായിട്ട് പരിചയപ്പെടുത്തി. ഇപ്പം നമ്മളെല്ലാവരുമായിട്ട് വലിയ കമ്പനി, ഒരു ഗ്യാങ് പോലെ. അപ്പോൾ എല്ലാവരുമായിട്ട് നമുക്കൊരു പാർട്ടിയുണ്ട്. അത് 21-ാം തീയതി, നാളെ സാറ്റർഡേ ആണ്. 2 ഫാമിലി, ഇപ്പം ഞങ്ങൾ ഒരു ഫാമിലി, റോഷ്നി ബോസ് ഒരു ഫാമിലി, പിന്നെ വേറെ 2 ഫാമിലിയും കൂടെ പാർട്ടിക്ക് ജോയിൻ ചെയ്യും. അവർ ഓസ്ട്രേലിയൻസാണ്, വൈറ്റാണ് അവർ. പക്ഷെ ഭയങ്കര നമ്മളെല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനി. അപ്പോൾ നമ്മൾ 4 ഫാമിലി ഒരു ക്രിസ്മസ് പാർട്ടി വെക്കുക. അപ്പം നമ്മൾ ഇന്നിപ്പോൾ ഒരു ഉച്ച കഴിയുമ്പോഴത്തേനും ഇറങ്ങണം, ബ്രിസ്ബനിലോട്ട് ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. 10 മണിക്കൂറുണ്ട് ഡ്രൈവ്. എൻ്റെ പഴയ വ്ളോഗ്സ് കണ്ടവർക്കറിയാം, ഭയങ്കര ലോങ് ആയിട്ടൊരു ഡ്രൈവാണ്. 10 മണിക്കൂർ ഡ്രൈവിങ് തന്നെയുണ്ട്. പക്ഷെ നമ്മളത് ബ്രേക്കൊക്കെ എടുത്ത് വരുമ്പോഴത്തേനും 12 മണിക്കൂർ 11 മണിക്കൂറിൽ ഒരു 11.5 മണിക്കൂറൊക്കെ എടുക്കും. നമ്മൾ ഒറ്റയടിക്ക് ഓടിക്കത്തില്ല, ഞങ്ങൾ 2 മാറി മാറി ഓടിക്കും അങ്ങനെ. അപ്പോൾ ഇന്നലെ ഇറങ്ങാമെന്ന് വിചാരിച്ചു, പക്ഷെ ഇന്നലെ നമുക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ഇന്നലെ ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഒരു ഉച്ച കഴിയുമ്പോഴത്തേനും ഇറങ്ങാമെന്നാണ് പ്ലാൻ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേനും മിഡ് നൈറ്റ് ആവും അവിടെ എത്തുമ്പം. അപ്പം എന്നെ പറയാൻ പറ്റില്ല, ഇടയ്ക്ക് വെച്ച് നമുക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വീഡിയോസിനകത്ത് കണ്ട പോലെ നമ്മൾ ചിലപ്പോൾ റെസ്റ്റ് ഏരിയയിൽ എവിടെയെങ്കിലും കിടന്നുറങ്ങിയിട്ടൊക്കെ ആയിരിക്കും, പയ്യായിരിക്കും പോകുന്നത്. പിന്നെ കോഫി ഇപ്പോൾ അവിടെയാണ്, റോഷ്നിയുടെയും ബോസിൻ്റെയും വീട്ടിലാണ്. ഓൾമോസ്റ്റ് ഒരു 1.5 മാസമായിട്ട് അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് കോഫി നമ്മൾ റോഷ്നിയുടെയും ബോസിൻ്റെ അവിടെ ആക്കിയത്. അവരൊരു ദിവസം അവിടെ നിന്ന് ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് വന്ന് കോഫീനെ പിക്ക് ചെയ്തുകൊണ്ട് പോയി. കോഫി അവിടെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ കോഫിയെ കണ്ടിപ്പോൾ 1.5 മാസമായി. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് ഏറ്റവും കൂടുതൽ. റോഷ്നിയും ബോസിനെയും കാണാം, കോഫിയും കാണാം, എല്ലാവരെയും കാണാം. നാളെ പാർട്ടിയുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടിരിക്കും. കോഫി ഞങ്ങളെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. അവനവിടെ തകർക്കുകയാണ്. ഞങ്ങൾ പറയാറ്, ഈ നമ്മൾ സമ്മർ വെക്കേഷൻ അമ്മ വീട്ടിലൊക്കെ പോയില്ല, അതുപോലെയാണ്. അവനവിടെ പോയിട്ടങ്ങ്, അവർക്ക് വീടാണ്, നമ്മൾ അപ്പാർട്ട്മെൻറ്റിലാണ്, അവർക്ക് വീടാണ്. അപ്പോൾ ബാക്ക് യാർഡ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കിടന്ന് ഓട്ടോട് ഒരു രക്ഷയില്ല. അപ്പോൾ അതൊക്കെയാണ് ഇനിയുള്ള വിശേഷങ്ങൾ. ഈ വ്ളോഗിൽ ഞാൻ കുറച്ചായിട്ട് കാണിക്കാം. ഇപ്പം ഞാൻ അടുക്കളയിൽ നിൽക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേക്ക് ഉണ്ടാക്കണം. നാളെ പാർട്ടിയാണല്ലോ, അപ്പോൾ ഞാനൊരു കേക്ക് ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കണം പെട്ടെന്ന്. ഇപ്പം സമയം 10:30 പെട്ടെന്ന് ക്വിക്കായിട്ട് ഒരു കേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലിയ ഫ്രോസ്റ്റിംഗ് ഉള്ള കേക്കൊന്നും അല്ല കേട്ടോ. നോർമൽ ഒരു മാർബിൾ കേക്ക് ഉണ്ടാക്കാനായിട്ടാണ്. ഉണ്ടാക്കിയിട്ട് അത് കൊണ്ടുപോകണം. ഞാൻ ഇന്നലെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്നലെ തേഴ്സ്ഡേ, നമ്മുടെ പാർട്ടി സാറ്റർഡേ. അപ്പോൾ 2 ദിവസം കേക്ക് ഇരിക്കും. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ ഇരിക്കും. പക്ഷെ എന്നാലും ഞാൻ വെച്ച് നോക്കി ഇന്നുണ്ടാക്കണേ കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ട് കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കേക്ക് ഉണ്ടാക്കാം. ഞാനങ്ങനെ ഫുള്ളായിട്ട് ഇൻഗ്രീഡിയൻസ് പറഞ്ഞ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഓടിച്ച് വിട്ട് കാണിക്കാം കേട്ടോ. ഈ കേക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് ചെയ്യാം.
ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് മറ്റേ സ്പീഡിൽ ഇട്ടിട്ടൊന്ന് കാണിക്കാം. കുറേ ബോൾസ് വേണം നമുക്ക്, ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും വെറ്റ് ഇൻഗ്രീഡിയൻറ്റും. അപ്പം ഞാൻ മുട്ട ഒരു മണിക്കൂറോളം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് റൂം ടെമ്പറേച്ചർ ആവാനായിട്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് മുട്ട പൊട്ടിക്കാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ്, എൻ്റെ പേരെന്താ, സെൽഫ് റൈസിങ് ഫ്ലവറാണ്. അപ്പോൾ അതുകൊണ്ട് സാധാരണ മുട്ട ഇടുമ്പോൾ സോഫ്റ്റ്നെസ് കിട്ടും, പക്ഷെ പൊങ്ങാനായിട്ട് നമുക്ക് മുട്ടയുടെ ആവശ്യമില്ല, കാരണം സെൽഫ് റൈസിങ് ആണ് ഓൾറെഡി. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഞാൻ മഞ്ഞ ഒരെണ്ണത്തിൻ്റെ സെപ്പറേറ്റ് ഇച്ചിരി തോട് താഴ്ത്തി. നമ്മളെ കുറച്ച് ബട്ടർ ഉണ്ടോ, ബട്ടറും കൂടി ഇതിനകത്തോട്ട് ഇട്ട് ഇനി ഈ ബട്ടർ, പഞ്ചസാര, മുട്ട എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കണം. ഇത്ര ബട്ടർ മതിയാവുമായിരിക്കും, നോക്കാം. ആണെങ്കിൽ നമുക്ക് ഇടാം. ഇനിയുണ്ട് ഒരു ഹാഫ് ബട്ടറും കൂടെ ഉണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ കുറച്ച് പഞ്ചസാര ഓൾറെഡി പൊടിച്ചു വെച്ചിട്ടുണ്ട്. പൊടിക്കേണ്ട കാര്യമില്ല, പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് പഞ്ചസാര ഇടുന്നത് എനിക്ക് പറ്റിയേയില്ല, അങ്ങനെയല്ല, എൻ്റെ കയ്യിൽ നിന്ന് പഞ്ചസാര വീടില്ല. ഇവിടെ പൊതുവേ പഞ്ചസാര വളരെ കുറവ്. അങ്ങനെ വല്ല ഡിസേർട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴേ പഞ്ചസാര യൂസ് ചെയ്യാറുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ പഞ്ചസാര ഉപയോഗം വളരെ കുറവാണ്. ചായ, കാപ്പി കുടിക്കാറില്ല. അപ്പം അതുകൊണ്ട് അതിൽ പഞ്ചസാര ഇടുന്ന കാര്യമില്ല. അശ്വിൻ കാപ്പി കുടിക്കും, രാവിലെ നന്നായിട്ട് കാപ്പി കുടിക്കും, പക്ഷെ കട്ടൻ കാപ്പി കുടിക്കുക, പഞ്ചസാര ഇടാണ്ടുള്ള കാപ്പി കുടിക്കുക. അതുകൊണ്ട് ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഉള്ളൂ നമ്മൾ പഞ്ചസാര മേടിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് മേടിച്ച് വെക്കും, ആരെയിലൊക്കെ നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ ചായ ഇട്ട് കൊടുക്കണമെങ്കിലേ അങ്ങനെ മേടിച്ചു വെക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പഞ്ചസാര എൻ്റെ കയ്യിൽ നിന്ന്, ഇതിന് മുന്നേ കേക്ക് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് പഞ്ചസാര കയ്യിൽ നിന്ന് വീഴാൻ ഭയങ്കര ബുദ്ധിമുട്ട്, എന്താണെന്നറിയില്ല. എന്നിട്ട് അവസാനം കേക്ക് ഉണ്ടാക്കി. എനിക്ക് കേക്കിന് വലിയ മധുരം വേണമെന്നില്ല, പക്ഷേ അശ്വിൻ കഴിച്ചിട്ട് പറഞ്ഞു ഇതിന് ഇച്ചിരിയോടെ മധുരം വേണം. കാരണം അശ്വിനും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ പുറത്തൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ആ കേക്ക് ചിലപ്പോൾ ബ്രെഡ് പോലെ തോന്നും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ മധുരം മതി. പക്ഷേ എനിക്കറിയാം കേക്കൊക്കെ ആകുമ്പോൾ കുറച്ച് മധുരം വേണമല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ അളന്നിട്ടൊക്കെയാണ് ഇടുന്നത്. ഇതിന് മുന്നിട്ടപ്പോൾ ഞാൻ അളക്കാണ്ട് ഇത്ര മതിയാവും എന്നൊക്കെ വിചാരിച്ചിട്ട്, പക്ഷെ ഇപ്പം ഞാൻ അളന്നെടുത്തു. കാരണം കേക്കിന് മധുരം ഇല്ല, പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്മസിന് അവിടെ പാർട്ടിക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ പിന്നെ ഇച്ചിരി മധുരം ഇല്ലെങ്കിൽ എങ്ങനെ, അതുകൊണ്ട് ഞാൻ കറക്റ്റ് അളവിനൊക്കെ എടുത്ത് പൊടിച്ചൊക്കെ എടുക്കുക. ഇപ്പൊ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന ഫ്ലോർ പൊടിയുടെ ഒരു പകുതിയോളം മധുരവും എടുത്തിട്ടുണ്ട്. എനിക്കത് പറയുമ്പോൾ തന്നെ ഇത്രയും മധുരമാണ്, പക്ഷെ കേക്കിന് അത്രയും വേണം. കാരണം ബേക്ക് ചെയ്ത് വരുമ്പോഴത്തേനും മധുരം കുറയും. പക്ഷെ ഇത്രയും മധുരം അകത്തോട്ട് ചെല്ലണമല്ലോ എന്നാലോചിക്കുമ്പോൾ ഒരു വിഷമമാണ്. ഇടയ്ക്കൊക്കെ അല്ലേ, കുഴപ്പമില്ല. ബോഡിക്ക് എല്ലാം വേണമല്ലോ, ഷുഗറും എല്ലാ സാധനവും, ഷുഗറും ഫാറ്റും ഒക്കെ വേണ്ടതാണ്. എല്ലാം ഒരു അളവിന് വേണം എന്ന് മാത്രം. മാർബിൾ കേക്ക് ആയതുകൊണ്ട് ആദ്യം നമ്മൾ ബാറ്റർ ഉണ്ടാക്കി വെച്ചു. പിന്നെ ഞാൻ കൊക്കോ റമ്മിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഫുള്ളൊരു ചോക്ലേറ്റിൻ്റെ ഇതാക്കും. കുറച്ച് റമ്മും കൂടെ ആഡ് ചെയ്യും. അതാണ് പ്ലാൻ. റം മാർബിൾ കേക്കാണ്. റമ്മൊഴിച്ച് കേക്ക് ഉണ്ടാക്കി അവസാനം എല്ലാവരും പൂസാവോ. ഒരു പീസ് കഴിച്ചു കഴിഞ്ഞാൽ കറങ്ങണം. പിന്നെ ഇത് ഞാനൊരു 3-4 ദിവസം മുന്നേ റമ്മിൽ സോക്ക് ചെയ്ത് വെച്ച് വാൾനട്ട്സും റൈസിൻസും ആണേ. ഫുള്ള് കളിന്റെ കളി തന്നെയാണ് ഇവിടെ. അപ്പൊ അതിച്ചിരി
അധികം ഇടുന്നില്ല, അധികം ഇട്ടാൽ ഭയങ്കര കുത്തലായിരിക്കും. ഒരു പീസൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു തീരുമാനമാവും. ഇച്ചിരി ഇട്ടിട്ട് ബാക്കി നമുക്ക് സാധാ വാൾനട്ട്സ് ഇടാം. നമ്മൾ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ റമ്മിൽ മുക്കിയ റേസിൻസും വാൾനട്ട്സും ഇട്ടിട്ടുണ്ട്, പ്ലസ് നോർമൽ വാൾനട്ട്സും ഇട്ടിട്ടുണ്ട്. റമ്മിൽ മുക്കിയത് ഇനി ഇരിപ്പുണ്ട്, ഞാൻ ഫുള്ള് ഇട്ടില്ല കേട്ടോ. അവസാനം കള്ള് മാത്രമേ ടേസ്റ്റ് ചെയ്യുള്ളൂ ഇതിനകത്തും. ഇത്ര മതിയാവും 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 എനിക്ക് എത്രയാവുന്ന്. ആടു പാമ്പേ ആടാടു പാമ്പേ, ക്രിസ്മസിന് അതാവും പാട്ട്, ജിംഗിൾ ബെൽസ് ഒക്കെ മാറിയിട്ട്. കൊക്കോയുടെ പാട്ട്. ഇതിനകത്താണ് കൂടുതൽ റമ്മ് വന്നിരിക്കുന്നത്, ഇതിനകത്താണ് ഗുണം. രണ്ട് ട്രെയിനകത്തായിട്ട് ഉണ്ടാക്കാം എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. കൊക്കോ പ്ലസ് റമ്മിന്റെ മിക്സ് ആണിത്. അതെ, റമ്മാണ് മുന്നിൽ നിൽക്കുന്നത്. കുറേ റമ്മിൽ മുക്കിയ നട്ട്സും റൈസിൻസും. ഇനി മറ്റേത് ഇച്ചിരി കളഞ്ഞാലും ഇതിങ്ങനെ വടിച്ച് ഒട്ടും നമ്മൾ കളയാൻ പാടില്ല. കൊക്കോ വയ്ക്കാത്തത്. പിന്നെ റമ്മെന്ന് പറയുന്നത് വീട്ടിൽ നിന്നാണോ എൻ്റെ ഫോണായിരിക്കുന്നത്? നമ്മൾ കേക്ക് വെച്ചു കേട്ടോ. ഇതേ കണ്ടോ ഇരിക്കുന്നത്. ഞാൻ അകത്തോട്ട് കൊണ്ടുപോകുന്നില്ല, കാരണം എൻ്റെ ക്യാമറ ഉരുകിപ്പോവും. സാധനം വെച്ചിട്ടുണ്ട്. 45 minutes. അങ്ങനെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞു. സാധനം എടുത്ത് പുറത്ത് വെച്ചു. ഇതേതൊരു കേക്ക്? ഇത് നമ്മൾ 4 പേര് റോസ്റ്റിംഗ് ബോസ് ഞങ്ങൾ രണ്ടും കൂടെ കഴിക്കാനായിട്ട് ഉള്ള കേക്കാണ്. മാർബിൾ കേക്ക് ആട്ടോ, നല്ല ചോക്ലേറ്റ് റം കേക്കാണ്, മാർബിൾ ഷേപ്പിൽ. ഇത് നമ്മൾ നാളത്തെ പരിപാടിക്ക് കുറച്ചൊന്ന് ഭംഗിയാക്കി എടുക്കണം. ഈ അശ്വിൻ ഇതൊന്നും എന്നെ കട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ ഇത് കട്ട് ചെയ്യുന്നില്ല, അല്ലേലും ഈ ചെറുതാണെങ്കിൽ കട്ട് ചെയ്യായിരുന്നു. എന്ത് മധുരം ഉണ്ടോ നല്ലതാണോ നോക്കാൻ വേണ്ടിയിട്ട് ഈ അശ്വിൻ സമ്മതിക്കുന്നില്ല. അവിടെ ചെന്നിട്ട് ഒരുമിച്ച് കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഈ മറ്റേ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് റിസൾട്ട് നോക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിൽക്കുക. ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ കുഴപ്പമില്ല. ഇനി പെട്ടെന്ന് പാക്ക് ചെയ്യണം. ഇനി ഒരു 3/4 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. 1:45 ഇറങ്ങണം എന്ന് വിചാരിച്ച് ഞങ്ങളിതാ ഇപ്പോഴാണ് എല്ലാ സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുന്നത്. ഇനിയിപ്പോൾ ഒരു 12 മണിക്കൂർ എടുക്കും നമ്മൾ അവിടെ എത്തുമ്പോഴത്തേനും. അപ്പോൾ ബ്രിസ്ബനിലോട്ട് പോവാം. ഇത് തന്നെയായിരിക്കും ഇനി അവിടം വരെ ഉള്ള സീന്. ഇങ്ങനെ തന്നെ ആയിരിക്കും. 2 സൈഡിലും കുറേ മരങ്ങളും. പിന്നെ എല്ലാ ടൗണുകളും ബൈപ്പാസ് ചെയ്തിട്ടാണല്ലോ ഈ ഹൈവേസ് പോകുന്നത്. അപ്പം അങ്ങനെ ടൗണുകളായിട്ടൊന്നും ഉണ്ടാവില്ല, എല്ലാം ഇങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പെട്രോൾ പമ്പ്സ് ഉണ്ടാവും, സെർവോ, അങ്ങനെ നമുക്ക് കഴിക്കാൻ ഉള്ള സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ റെസ്റ്റ് ഏരിയാസ് ഉണ്ടാവും. റെസ്റ്റ് ഏരിയാസ് കാണിച്ചു തരാം. റെസ്റ്റ് ഏരിയാസ് ഞാൻ ഇതിന് മുന്നേ കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാലും കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്കകത്ത് കാണാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കിപ്പോൾ ഇടയ്ക്കൊന്ന് ഉറങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ പോലെ നമുക്ക് വണ്ടി ഹൈവേയുടെ സൈഡിൽ നിർത്തിയിട്ട് അങ്ങനെ ഉറങ്ങാൻ പാടില്ല. അങ്ങനെ ഹൈവേയുടെ സൈഡിൽ വണ്ടി നിർത്താൻ പാടില്ല, അതാണ് റൂള്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ റെസ്റ്റ് ഏരിയാസ് ഉള്ളത്. ഒരു 5 കിലോമീറ്റർ 5 കിലോമീറ്റർ 5-10 കിലോമീറ്ററിന്റെ ഇടയിൽ തന്നെ ഓരോരോ റെസ്റ്റ് ഏരിയാസ് ഉണ്ടാവും. അത് ജസ്റ്റ് ഈ ഹൈവേന്ന് ഒരു 100 മീറ്റർ മാറി, അല്ലെങ്കിൽ ചിലപ്പോൾ തൊട്ടടുത്ത് തന്നെ 100 മീറ്റർ 50 മീറ്റർ മാറിയിട്ട് ഒരു ഏരിയ ഉണ്ടാവും. അവിടെ നമുക്ക് വണ്ടി നിർത്തി കിടന്നുറങ്ങാം. ഞങ്ങൾ അങ്ങനെ കിടന്നുറങ്ങിയിട്ടുണ്ട് ഇവിടെ. രാത്രിയൊക്കെ ആണെങ്കിൽ, രാത്രി മിക്ക റെസ്റ്റ് ഏരിയസിന് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു വെക്കേഷൻ സമയമൊക്കെ ആണെങ്കിൽ ഒരു 8 മണി 9 മണി ആകുമ്പോഴത്തേനും എല്ലാ റെസ്റ്റ് ഏരിയസും ഫുള്ളാവും. കാരണം എല്ലാവരും ട്രാവൽ ചെയ്യുന്നവർ ഉറങ്ങേണ്ടവരൊക്കെ വണ്ടി ഒന്ന് നിർത്തി ഉറങ്ങിയിട്ട് പോകുള്ളൂ. അപ്പോൾ റെസ്റ്റ് ഏരിയസിൽ വണ്ടി നിർത്തി നമുക്ക് കിടന്നുറങ്ങാം, സേഫാണ്, പ്രശ്നമില്ല. പിന്നെ അവിടെ ഇതുണ്ടാവും, വാഷ്റൂം ഉണ്ടാവും, വെള്ളം, വാഷ്റൂം, അത്യാവശ്യം അല്ല അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. കഴിക്കാൻ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും
അതാണ് റെസ്റ്റ് ഏരിയ. പിന്നെ എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ ഒന്നെങ്കിൽ പെട്രോൾ പമ്പിനോട് എല്ലാ പെട്രോൾ പമ്പിനോട് ചേർന്നിട്ട് ചെറുതായിട്ടൊരു ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാവും. അവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട ട്രാവലിന് വേണ്ടതും അങ്ങനെ കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങളും ഒക്കെ അങ്ങനെയുള്ളതെല്ലാം കിട്ടും. അതാണ് സെർവോ. ഇവിടെ പെട്രോൾ പമ്പിനെ പെട്രോൾ പമ്പ് എന്നല്ല പറയുന്നത്, സെർവോ എന്നാണ് പറയുന്നത്. ഒരു പ്രത്യേകതരം ജീവിതമാണ് ഇവിടെ. പിന്നെ ഉള്ളത് മൂന്നാമത്തെ വരുന്നത് സർവീസ് സെന്റേഴ്സ്. സർവീസ് സെന്റേഴ്സ് എന്ന് പറയുന്നത് ഇതേപോലെ അവിടെ പെട്രോൾ പമ്പ്സ് ഉണ്ടാവും. പിന്നെ ഇങ്ങനെ കുറച്ച് ഔട്ട്ലെറ്റ്സ്, മെക്ഡിയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു 2-3 കടകൾ കൂടിയിട്ട് ഒരു ഏരിയ മൊത്തം, അല്ലെങ്കിൽ അല്ലാണ്ടുള്ള കുഞ്ഞ് റെസ്റ്റോറൻറ്റ്സോ കാഫേസോ അങ്ങനെ ആയിട്ടുള്ള അതാണ് സർവീസ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 3 സ്ഥലങ്ങളാണ് നമുക്ക് ഈ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ കാണിച്ചു തരാം. റെസ്റ്റ് ഏരിയ നമ്മൾ ഇടയ്ക്കൊന്ന് നിർത്തും. എനിക്കിപ്പോ തന്നെ മുള്ള പൊട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ എന്തായാലും എവിടെയെങ്കിലൊക്കെ നിർത്തും. വിശക്കുന്നുണ്ടോ? വിശക്കുന്നില്ല. ഞങ്ങള് കഴിച്ചിട്ട് ഇറങ്ങിയത്. കാപ്പി കഴിച്ചിട്ട് ഇറങ്ങിയത്. പിന്നെ ഞങ്ങള് വീട്ടിൽ കുറെ പഴമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം എടുത്തിട്ട് ഞാൻ വണ്ടിക്കകത്ത് വെച്ചു, കവറിനകത്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്തായാലും അവിടെ ഇരുന്നിട്ട് ഇനി 10 ദിവസം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരത്തും. അത് കേടായിപ്പോ. പിന്നെ നമ്മള് ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഇടയ്ക്ക് പഴമൊക്കെ കഴിച്ചു പോവാം. പിന്നെ ബാക്കിയുണ്ട് നമുക്ക് അവിടെ കൊടുക്കാം. പഴമല്ലേ, വെറുതെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാണോ വന്നപ്പോൾ പഴം ഓറഞ്ചോ അങ്ങനെ. ഞങ്ങളുടെ വീട്ടില് ഒരു സാധനം ഇല്ലെങ്കിലും പഴം ഉണ്ടാവും. പഴം ഓറഞ്ച് ഇങ്ങനത്തെ 2 സാധനം. ഒരു ഫ്രൂട്ട്സിന്റെ ഐറ്റം, ഫ്രൂട്ട്സിൽ 2 ഐറ്റം ഞങ്ങൾ എപ്പോഴും ഉണ്ടാവും. പഴം ഉറപ്പായിട്ടുണ്ടാവും. കാരണം ഒരു പഴം കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഉഷാറ് കിട്ടുമല്ലോ. ഫുഡ് എപ്പോഴും ഉണ്ടാവും. എന്നാലും ഇങ്ങനത്തെ പഴവർഗ്ഗങ്ങളിലുള്ള കാര്യങ്ങൾ പറഞ്ഞത് എനിക്ക് തോന്നുന്നു 1 കിലോ കൊണ്ടുണ്ട്. പക്ഷെ അത് ഓൾമോസ്റ്റ് പഴുത്തു. നാളെയും കൂടെ വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ഭയങ്കരമായിട്ട് പഴുത്തു. വല്ല ബനാന ബ്രെഡ് ഉണ്ടാക്കാൻ പാകത്തിനുള്ള പഴുപ്പം. അപ്പൊ അവിടെ അങ്ങ് എടുത്തിട്ടുണ്ട്. വിശക്കും തന്നെ പറഞ്ഞാൽ മതിയാ. പഴമുണ്ട്, കിവി ഉണ്ട് കേട്ടോ. ഈ പ്രാവശ്യം ഓറഞ്ച് അല്ല, കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ഉണ്ട് അല്ല. പക്ഷെ ഓറഞ്ച് ഫാൻസി കിവി. ഞങ്ങള് കോസ്കോയിൽ പോയപ്പോ ഒരു കിലോ കിവി ഒന്ന് മേടിച്ചായിരുന്നു. അതിനകത്ത് 3 കിവി ബാക്കിയുണ്ട്. അപ്പൊ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ കത്തി എടുത്തിട്ടില്ല. അപ്പൊ അതെങ്ങനെ മുറിക്കും? പക്ഷെ എന്റെ കയ്യിൽ കത്രികയുണ്ട്. കിവി പഴവും. എനിക്കിപ്പോ ചെറുതായിട്ട് വിശന്ന് തുടങ്ങുന്നു. അല്ല, ഞാൻ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിച്ചോ. പിന്നെന്താണ് വേണ്ടത്? പിന്നെ എനിക്കിവിടെ ഇരുന്ന കുറച്ച് പണിയുണ്ട്. നമ്മൾ ക്രിസ്മസിന് പോവല്ലേ, സെലിബ്രേഷന് വേണ്ടി പോവല്ലേ. അപ്പോ കുറെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. നാളെയാണ് നമ്മുടെ ക്രിസ്മസ് പാർട്ടി. അപ്പോ അവിടെ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് ആരാണ് നമ്മുടെ ഫ്രണ്ട് എന്നുള്ളത്. പക്ഷെ അത് ആരാന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മള് ആണാണേലും പെണ്ണാണേലും കൊടുക്കാൻ പറ്റുന്ന പോലത്തെ ഒരു യൂണിസെക്സ് ഗിഫ്റ്റാണ് മേടിച്ചത്. അപ്പൊ അതൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇരുന്ന് പൊതിയണം. റാപ്പർ കേട്ടോ, ഇതൊക്കെ എടുത്തിട്ടാണ് കേറിയേക്കുന്നത്. സെല്ലോ ടൈപ്പ് ഒക്കെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോ അതിരുന്ന് റാപ്പ് ചെയ്യണം. എന്തായാലും വണ്ടിക്കകത്തിരുന്ന് വേറെ പരിപാടിയൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇത് റാപ്പ് ചെയ്യാത്തത്. കാരണം വീട്ടിൽ ഇരുന്ന് വെറുതെ ഇതിന് സമയം കളയുന്നത്. വണ്ടിക്കകത്തിരിക്കുമ്പോ എത്ര നേരം നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും, പാട്ട് കേട്ടോണ്ടിരിക്കും. ഇതൊക്കെ അതിന്റെ ഇടയില് ചെയ്യാലോ. ഇന്ന് ഇപ്പൊ പുറത്ത് നോക്കുമ്പോ എത്രയാന്നറിയോ? ടെമ്പറേച്ചർ 26 ആണ്. വെയിലുണ്ട് നല്ല, പക്ഷെ ചൂട് കുറവുണ്ട്. വെയിലുണ്ട്. ഇതാണ് സ്ഥിരം സീൻ. ഇനി ഞാൻ ഇടയ്ക്കിറക്കി കാണിക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇതിന്റെ പിന്നെ കാണുന്നത്. അതുകൊണ്ട് കാണിക്കാനൊന്നും ഇല്ല. നമ്മൾ എവിടെയെങ്കിലും കേറുമ്പോ കാണിച്ചു തരാവേ. റെസ്റ്റ് ഏരിയാസോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും വന്നാൽ കാണിക്കാം. നമ്മള് ഒരു സർവീസ് സെന്ററിലെത്തിയേ. പെട്രോൾ പമ്പും ഉണ്ട് ഇവിടെ. പെട്രോൾ പമ്പുണ്ട്. പെട്രോൾ അടിക്കണ്ടല്ലോ, വേണ്ട. ഇവിടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള ഒരു സ്റ്റോറുണ്ട്. അവിടെ തന്നെയാണ് പെട്രോൾ അടിച്ചാലുള്ള കാശും കൊടുക്കേണ്ടത്. വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് പോയിട്ട് വരാം.
ഒരു 3.5 മണിക്കൂറും കൂടെ ഉള്ളൂ എത്താനായിട്ട്. എക്സൈറ്റ്മെന്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ കോഫി അവിടെയാ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അവനിപ്പോൾ 1.5 മാസമായി നമ്മൾ കണ്ടിട്ട്. അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും അവൻ നമ്മളെ കാണുമ്പോഴും, നമുക്ക് അവനെ കാണുമ്പോഴും ഒക്കെ. അങ്ങോട്ട് പോകുന്നതിന്റെ മെയിൻ അട്രാക്ഷൻ കോഫിയെ കാണാന്നുള്ളതാണ്. അതിന്റെ വീഡിയോ ഞാൻ പറ്റുകയാണെങ്കിൽ എടുക്കാൻ മാക്സിമം ശ്രമിക്കും. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഒരു കാര്യം കൂടെ പറയും. ഇപ്പൊ സമയം 9:30, സിഡ്നിയിൽ 9:30. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഡേ ലൈറ്റ് സേവിങ് ഉള്ളതുകൊണ്ട് ഇവിടെ അല്ലേ. ബ്രിസ്ബനില് നമ്മൾ പോകുന്ന സ്ഥലത്ത് 8:30, 1 മണിക്കൂർ പുറകിലാണ് അവര്. നമ്മൾ അവിടെ ഓടി എത്തുമ്പോൾ നമ്മൾ 1 മണിക്കൂർ ലാഭിക്കും. ഇതിനകത്ത് കാണിക്കുന്നത് 12:30 എത്തുന്ന, 3.5 മണിക്കൂറും കൂടെ ഓടണം. രാത്രി 12:30 എത്തുന്ന. അപ്പൊ ആ സമയത്ത് അവിടെ ബ്രിസ്ബനില് 11:30 ആയിരിക്കില്ലേ? അതെ, അപ്പൊ ആ സമയത്ത് ബ്രിസ്ബനില് 11:30 ആയിരിക്കും. ഓടി എത്തുമ്പോ 1 മണിക്കൂർ ലാഭിക്കും. നമ്മളപ്പോ അവസാനം വീട്ടിലെത്തിയിട്ടുണ്ട്. അവരുടെ വീട്ടിലെത്തി. കറക്റ്റ് കോഫി അവിടെ ഉണ്ട്, കാണാം. അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലെത്തിയപ്പോ തന്നെ ഒരു 11:30-12 മണിയായി. കോഫി ഓൾമോസ്റ്റ് തുറക്കിയായിരുന്നു. പക്ഷെ ഡോറ് തുറന്നപ്പോണ്ടല്ലോ അവൻ ഉറക്കിപ്പിച്ചിട്ട് നമ്മളെ കണ്ടപ്പോ ആദ്യം ഒന്ന് ഞെട്ടി. അപ്പൊ അതിന്റെ ഒരു കുരയുണ്ട്. അവൻ ആരാന്ന് മനസ്സിലായില്ല. ആദ്യം ഒരു ഞെട്ടലായിരുന്നു അവര്. അപ്പൊ കുരച്ചു. നോക്കണേ, കോഫി അറിയോ? പിന്നെയാണ് ഞങ്ങളാണ് ആ പൊട്ടൻ കോഫിക്ക് മനസ്സിലായത്. ഞങ്ങളെ അറിയോടാ പൊട്ട നീ? ഒരു സെക്കൻഡ് മേടിച്ചു പോയി. ഹലോ ചാടുക. ഹലോ കോഫി ഇൻട്രോഡ്യൂസ് വന്നു. രാത്രി 12 മണിക്ക് കള്ളന്മാര് വന്നു. ഓ കോഫി അറിയോ? ഞങ്ങളെ അറിയോ? കുച്ചിക്കുട്ടി കൊള്ളപ്പൊട്ടി. പിന്നെ ഒന്ന് സെറ്റിൽ ആയി കഴിഞ്ഞ് നമ്മൾ രാവിലെ ബേക്ക് ചെയ്തുകൊണ്ട് വന്ന കേക്കുകൾ ഒരെണ്ണം നമ്മൾ അപ്പൊ തന്നെ വന്ന് കട്ട് ചെയ്തു. എത്ര മനോഹരമേ. തിരിച്ചു വെച്ചേ. അല്ല ഓക്കെ. അങ്ങനെ കട്ടി നോക്കി. മധുരം ഉണ്ടോ ഇല്ലോ അറിയത്തില്ല. കത്തി ഹാപ്പി ബർത്ത്ഡേ ടു മീ, ഹാപ്പി ബർത്ത്ഡേ നോക്കട്ടെ, അകത്ത് നോക്കട്ടെ. മധുരം ഉണ്ടോ? മധുരം കൂടുതലാണോ കുറവാണോ? ആണോ? ആണോ? എനിക്ക് മധുരം അവള് ഇടുന്ന കണക്ക് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഇന്നലെ ഒന്നും ഉണ്ടാക്കിയിരുന്നു ട്രയല്, അത് കുറഞ്ഞു പോയായിരുന്നു. അങ്ങനെ നമ്മുടെ കേക്ക് വൻ ഹിറ്റായിരുന്നു കേട്ടോ. അപ്പൊ നാളെയാണ് ക്രിസ്മസ് സെലിബ്രേഷൻ. അപ്പൊ അതിന്റെ പ്രിപ്പറേഷനും ക്രിസ്മസ് സെലിബ്രേഷന്റെ വീഡിയോസ് ഒക്കെ അടുത്ത വ്ളോഗ് കാണിക്കാം. അപ്പൊ അതുവരെ ചെറിയൊരു ബൈ.